Hello. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു ചെറിയ സ്കിൻ കെയർ റൂട്ടീനാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാകും ഞാൻ കൂടുതലും ഹെർബൽ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ് യൂസ് ചെയ്യാറ്. എനിക്കിങ്ങനെ ക്രീമുകൾ, അതായത് നമ്മുടെ ഡേ ക്രീം, നൈറ്റ് ക്രീം, അതുപോലെ സൺസ്ക്രീനൊക്കെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യേണ്ട കേട്ടോ. പക്ഷെ ഞാൻ അങ്ങനത്തെ ക്രീമുകളൊന്നും അധികം യൂസ് ചെയ്യാറില്ല. സൺസ്ക്രീൻ പിന്നെയും യൂസ് ചെയ്യും, പക്ഷേ ഈ ഡേ ക്രീം, നൈറ്റ് ക്രീം പോലുള്ള ക്രീമുകളൊന്നും അധികം യൂസ് ചെയ്യാറില്ല കേട്ടോ. കാരണം എൻ്റെ സ്കിൻ ഭയങ്കര സെൻസിറ്റീവാണ്. ഇത് കണ്ടോ, ഇപ്പോഴും ബ്രേക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഭയങ്കര സെൻസിറ്റീവാണ്. എല്ലാത്തരം പ്രോഡക്റ്റ്സ് ഒന്നും എൻ്റെ സ്കിന്നിന് സ്യൂട്ടാകില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനത്തെ പ്രോഡക്റ്റ്സ് ഒന്നും അധികം യൂസ് ചെയ്യാറില്ല. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു ചെറിയ സ്കിൻ കെയർ റൂട്ടീനാട്ടോ. എൻ്റെ വീഡിയോസൊക്കെ കാണുന്നവർക്ക് മനസ്സിലാവും ഞാൻ കൂടുതലും ഹെർബൽ ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ആണ് യൂസ് ചെയ്യാറ്. കാരണം എൻ്റെ അത്യാവശ്യം ഒരു സെൻസിറ്റീവ് വിത്ത് ഡ്രൈ സ്കിന്നാണ്. അപ്പോൾ എല്ലാ പ്രോഡക്റ്റ്സ് ഒന്നും എൻ്റെ സ്കിന്നിന് സ്യൂട്ടാകില്ല. ഞാനതുകൊണ്ട് ഈ ഡേ ക്രീം, നൈറ്റ് ക്രീം പോലുള്ള ക്രീംസ് ഒന്നും അധികം യൂസ് ചെയ്യാറില്ല. പിന്നെ വല്ലപ്പോഴും കൂടി സൺസ്ക്രീൻ യൂസ് ചെയ്യും. സൺസ്ക്രീനൊക്കെ ഡെയിലി യൂസ് ചെയ്യേണ്ട കേട്ടോ. പക്ഷെ ഞാനങ്ങനെ യൂസ് ചെയ്യാറില്ല. കാരണം എൻ്റെ സ്കിൻ എപ്പോഴും എനിക്ക് പണി തരാറുണ്ട്. അതുകൊണ്ട് കാരണം ബ്രേക്ക് ഔട്ട്സും അതുപോലെ പിമ്പിൾസും മാർക്സും ഒക്കെ ഉണ്ടാവാറുണ്ട്. ഞാൻ ഇപ്പോൾ ഈ ഉണ്ടായിരിക്കുന്ന മാർക്സ് ഞാനൊരു ഓയിൽ യൂസ് ചെയ്താൽ കേട്ടോ. 2 കവിളിലും ഉണ്ടായിട്ടുണ്ട്. അത് പിമ്പിൾസ് അല്ല, മാർക്സ് ആണ്. പിമ്പിൾ വന്നിട്ട് അത് പോയിട്ട് അതിൻ്റെ ഒരു ബ്ലാക്ക് മാർക്സ് ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇവിടെ 2 എണ്ണം ഉണ്ട്, ഇവിടെ 2-3 എണ്ണം ഉണ്ട്. പിന്നെ ഇവിടെ ഒരു വലിയ പിമ്പിളും വന്നിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു ഹെർബൽ ഫേസ് പാക്കിനെ പറ്റി പരിചയപ്പെടുത്താനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ടിൽ ഭയങ്കര വോയിസ് കാണും കേട്ടോ. കാരണം റോഡിൻ്റെ സൈഡ് ആയതുകൊണ്ട് റോഡിൽ നിന്ന് വണ്ടി പോകുന്നതിൻ്റെ സൗണ്ട് ഉണ്ടാവും. നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഓക്കെ, ആ ഫേസ് പാക്കിനെ പറ്റി പരിചയപ്പെടുത്താനാണ് ഞാൻ വന്നിരിക്കുന്നത്. കാരണം എനിക്ക് യൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര റിസൾട്ട് തന്ന ഒരു പ്രൊഡക്റ്റ് ആട്ടോ. അപ്പം നിങ്ങളിലേക്കും അത് എത്തിക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഞാൻ കാണിച്ചതാണ് ആ പ്രൊഡക്റ്റ്. അടിപൊളി പ്രൊഡക്റ്റ് ആട്ടോ. ഞാൻ യൂസ് ചെയ്തിട്ട് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത്. ആക്റ്റീവ് ലൈഫ് ഹെർബൽ ഫേസ് പാക്ക് എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ. അടിപൊളി പ്രൊഡക്റ്റാണ്. എൻ്റെ ഫ്രണ്ട് യൂസ് ചെയ്തിട്ട് അവളെ എനിക്ക് സജസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ അങ്ങനെ ഞാനിത് ഓർഡർ ചെയ്തതാണ്. അടിപൊളി പ്രൊഡക്റ്റാണ്. എനിക്ക് യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ എക്സ്പീരിയൻസ് ഞാൻ പറയാം കേട്ടോ. ഞാനിത് എക്സാം ടൈമിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പം എക്സാം ടൈം എന്ന് പറയുമ്പോഴത്തേക്കും ഉറക്കമില്ല, ഫുൾ ടൈം പഠിത്തം തന്നെയായിരുന്നു. ആകെ 2-3 മണിക്കൂറാണ് രാത്രിയിൽ ഉറങ്ങുന്നത്. അതുപോലെ ഞാൻ ഇരുന്ന് പഠിച്ചിട്ടാണ് പാസ്സായത്. ഓക്കെ, അപ്പം അതവിടെ നിൽക്കട്ടെ. അപ്പോൾ അത് എക്സാമൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും കണ്ണിന് ചുറ്റും ഭയങ്കര ഡാർക്ക് സർക്കിൾസ് ആയിരുന്നു. അതുപോലെ തന്നെ സ്കിന്നിലൊക്കെ ഭയങ്കര ബ്രേക്ക് ഔട്ട്സും ആയിരുന്നു. എനിക്ക് നല്ലപോലെ വെള്ളം കുടിക്കാൻ പറ്റുന്നില്ലായിരുന്നു, ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ലായിരുന്നു, ഒന്നും ടൈമില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു റിയാക്ഷൻ എൻ്റെ സ്കിന്നിൽ എനിക്ക് കാണാൻ പറ്റി. അപ്പം ആ ടൈമിൽ ഞാൻ ഈ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്തു കേട്ടോ. എക്സാം കഴിഞ്ഞപ്പോൾ ഞാനിത് ഡെയിലി യൂസ് ചെയ്യുമായിരുന്നു. ആദ്യത്തെ ടൈമിലൊക്കെ ഞാനിത് ഡെയിലി യൂസ് ചെയ്യുമായിരുന്നു. പക്ഷെ പിന്നെ ആയപ്പോൾ ഞാൻ ഡെയിലി യൂസ് ചെയ്തില്ല. വീക്ക്ലി ഒരു 3-4 പ്രാവശ്യമൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ അവൾ നമ്പർ തന്നിട്ട് ആ നമ്പറിൽ വിളിച്ച് ഓർഡർ ചെയ്താട്ടോ. ഇവരുടെ ഒരു പാക്കിൻ്റെ അകത്ത് വരുന്നത് കാണിച്ചത് 3 പ്രൊഡക്ട്സ് ആണ് ഇവരുടെ ഒരു പാക്കിൽ വരുന്നത്. 2 റോസ് വാട്ടറിൻ്റെ ബോട്ടിലും വരുന്നുണ്ട്, അതുപോലെ ഈ ഫേസ് പാക്കിൻ്റെ ഒരു ടിന്നും വരുന്നുണ്ട്. ഇത് 3 വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ടിന്നിൻ്റെ അകത്ത് ഇൻഗ്രീഡിയൻസ് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ചന്ദനം, രക്തചന്ദനം, അതുപോലെ ഓറഞ്ച് പീല്, മുൾട്ടാനി മുട്ടി, റോസ് പെറ്റൽസ്, ഇത്രയും സാധനങ്ങളാണ് ഈ ഒരു പാക്കിൻ്റെ അകത്ത് ഇൻഗ്രീഡിയൻസ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇത് കേട്ടപ്പോൾ തന്നെ മനസ്സിലാവും എല്ലാം നാച്ചുറൽ പ്രോഡക്റ്റ്സ് ആണ്. ഹെർബൽ ഫേസ് പാക്ക് എന്ന് അവർ എഴുതിയിരിക്കുന്നത് ഇതുകൊണ്ടിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്കെല്ലാം സ്കിന്നിന് നല്ല യൂസ്ഫുള്ളായിട്ടുള്ള സാധനമാണ്. ചന്ദനമായാലും രക്തചന്ദനമായാലും ഓറഞ്ച് പീലായാലും മുൾട്ടാനി മിട്ടി ആണെങ്കിലും റോസ് പെറ്റൽസ് ആണെങ്കിലും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഫേസ് പാക്ക്. 100% നാച്ചുറൽ ഇൻഗ്രീഡിയൻറ്റ്, ജെൻറ്റിൽ ഓൺ സെൻസിറ്റീവ് സ്കിൻ എന്ന് അവർ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. എൻ്റേത് സെൻസിറ്റീവ് സ്കിന്നാണ് കേട്ടോ. അപ്പോൾ അത്രയുമാണ് ഈ പ്രൊഡക്റ്റ് വരുന്നത്. പിന്നെ 2 റോസ് ബോട്ടിലിൻ്റെ ടിന്നാണ് വരുന്നത്. പ്യുവർ റോസ് എസൻസ് ഫോർ ഇൻസ്റ്റൻറ്റ് സ്കിൻ ഫ്രഷ്നെസ്, ഹൈഡ്രേറ്റ് ടോൺസ് ആൻഡ് ആഡ് എ നാച്ചുറൽ ഗ്ലോ എന്ന് എഴുതിയിട്ടുണ്ട്. ഇതും പക്കാ നാച്ചുറൽ പ്രൊഡക്റ്റാണ്. ഇത് അവർ തന്നെ മേക്ക് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് കേട്ടോ.
അപ്പം ഇവരുടെ പ്രൊഡക്റ്റ് മേടിക്കുന്നതിന് മുമ്പ് ഞാൻ ഈ ഫേസ് പാക്കിൻ്റെ ഒരു യൂസ് ഞാൻ തിരക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലവർ പറയുന്നത് ഡാർക്ക് സർക്കിൾസ് കുറയ്ക്കാൻ വേണ്ടി, അതിൻ്റെ ആ ഒരു ഡാർക്ക്നെസ് കുറയ്ക്കാൻ വേണ്ടി, അതുപോലെ പിമ്പിൾസ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി, ഡാർക്ക് മാർക്സ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി, ആക്നെ സ്കാർസസ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി, അതുപോലെ സ്കിന്നൊന്ന് ഗ്ലോ ആകാൻ വേണ്ടി. അപ്പം ഇതിൻ്റെ അകത്ത് ഇൻഗ്രീഡിയൻസ് ആയിട്ട് വന്നിരിക്കുന്ന പ്രൊഡക്റ്റ് എല്ലാം നമുക്കറിയാവുന്ന, പ്രൊഡക്റ്റ് മീൻസ് ആ ഒരു ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്കറിയാവുന്നതാണ്. എല്ലാം നമ്മുടെ സ്കിന്നൊന്ന് ഗ്ലോ ആക്കാനും അതുപോലെ തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മുടെ ഫേസിൽ നിന്ന് റിമൂവ് ആക്കാനും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഓരോ ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പോൾ ഞാനിത് യൂസ് ചെയ്ത ടൈമിൽ എനിക്ക് ഭയങ്കര ഡാർക്ക് സർക്കിൾസ് ആയിരുന്നു, അതുപോലെ തന്നെ എൻ്റെ ഇവിടെയൊക്കെ ആക്നെ സ്കാർസ് ആയിരുന്നു, ഇവിടെ മൊത്തം. അപ്പോൾ അതെല്ലാം എൻ്റെ പോയിട്ട് നെറ്റിയൊക്കെ ഫ്രീ ആയി, ഇവിടെയൊക്കെ ഫ്രീ ആയി. പിന്നെ ഇവിടെ 1-2 ഉണ്ട്, ഇവിടെ 3-4. അത് കഴിഞ്ഞ് വന്ന കേട്ടോ. ഞാനൊരു ഓയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഇത് വന്നത്. അപ്പോൾ ഇപ്പം ഞാനിത് ഡെയിലി യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് ഇത്രയും റിസൾട്ട് കിട്ടിയത് കൊണ്ട് നിങ്ങളിലേക്കും കൂടെ എത്തിക്കുന്നതുകൊണ്ട് എനിക്ക് സന്തോഷമേ ഉള്ളൂ. കാരണം നമുക്ക് എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് ഈ ആക്നെ സ്കാർസും ഡാർക്ക് സർക്കിൾസും ഡാർക്ക് സ്പോട്ട്സും ഒക്കെ. എല്ലാവരും ഫേസ് ചെയ്യുന്ന പ്രോബ്ലമാണ്. എല്ലാവരും അതിനു വേണ്ടി റിസർച്ച് ചെയ്ത് ഓരോ പ്രോഡക്ട്സ് നോക്കി നടക്കുന്ന ടൈമാണ്. അപ്പം നാച്ചുറലായിട്ടൊരു പ്രൊഡക്റ്റാണെന്ന് പറഞ്ഞാൽ നമുക്ക് അത്രയും വിശ്വാസത്തോടെ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത്. എനിക്ക് യൂസ് ചെയ്തിട്ട് എനിക്ക് അത്രയും റിസൾട്ട് കിട്ടിയത് കൊണ്ട് നിങ്ങൾ കൂടെ പറഞ്ഞുതരാമെന്ന് വിചാരിച്ചു കേട്ടോ. ഓക്കെ, അപ്പം ഞാൻ ഇവരുടെ നമ്പറും ഡീറ്റെയിൽസൊക്കെ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, ആവശ്യമുള്ളവർ മേടിച്ചോളൂ. അപ്പോൾ അതാണ്. ഇനിയിപ്പോൾ ഞാൻ ഇതൊന്ന് യൂസ് ചെയ്യണം, കാരണം ഞാൻ എല്ലാ ദിവസവും യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ ഞാൻ എല്ലാ ദിവസവും യൂസ് ചെയ്യുന്നില്ല കേട്ടോ. വീക്ക്ലി ഒരു 2, 3, 4 പ്രാവശ്യമാണ് യൂസ് ചെയ്യുന്നത്. മാക്സിമം 4 പ്രാവശ്യമൊക്കെ യൂസ് ചെയ്യാറുള്ളൂ. അപ്പോൾ ഇന്ന് എനിക്ക് വൈകിട്ട് പുറത്തൊന്ന് പോകണം. അപ്പോൾ പുറത്ത് പോയിട്ട് വന്നു കഴിയുമ്പോൾ പിന്നെ ക്ഷീണമാകും, മടിയാവും, കാര്യങ്ങളാവും, ഒന്നും ചെയ്യാൻ സമയം കിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു പോകുന്നതിന് മുമ്പായിട്ട്, അതായത് ഒരുങ്ങുന്നതിന് മുമ്പായിട്ട് ഫേസ് പാക്ക് ഒന്ന് അപ്ലൈ ചെയ്യാമെന്ന്. അല്ലെങ്കിൽ ഞാൻ എപ്പോഴും നൈറ്റിലാണ് യൂസ് ചെയ്യാറ്. എൻ്റെ നൈറ്റ് സ്കിൻ കെയർ റൂട്ടീനിൽ വരുന്നതാണ് ഈ ഒരു ഫേസ് പാക്ക്. അപ്പോൾ ഇന്ന് പക്ഷേ ഞാൻ നൈറ്റല്ല, ഇന്ന് ഞാനിപ്പോൾ യൂസ് ചെയ്തിട്ട് പുറത്ത് പോകാനായിട്ട് എനിക്ക് ഒരുങ്ങണം. ഈ പ്രൊഡക്റ്റിൻ്റെ റേറ്റ് വരുന്നത് അതോടെ ഞാൻ പറയാം. റേറ്റ് വരുന്നവർ ഒരു പാക്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു ഫേസ് പാക്കും അതുപോലെ 2 റോസ് വാട്ടറിൻ്റെ ബോട്ടിലുമാണ് വരുന്നത്. അതിന് ഞാൻ മേടിച്ച സമയത്ത് 999 ആയിരുന്നു. ഇപ്പോൾ പക്ഷേ അവരെന്തോ ഒരു ഓഫർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 750 790 എന്തോ ആണ് കറക്റ്റ് റേറ്റ്, എനിക്കറിയില്ല. 750 or 790 ആ ഒരു റേഞ്ചിൽ വരുന്ന ഒരു ആ ഒരു റേഞ്ചിലാണ് വരുന്നത്. പിന്നെന്താ, ഈ ഒരു പാക്കിൽ നമ്മുടെ ഫേസ് പാക്കും അതുപോലെ 2 റോസ് വാട്ടറിൻ്റെ ബോട്ടിലുമാണ് വരുന്നത്. റോസ് വാട്ടറിൻ്റെ ബോട്ടിലുമാണ് വരുന്നത്. അപ്പോൾ ഞാൻ മേടിച്ച സമയത്ത് 999 ആയിരുന്നു ഇതിൻ്റെ റേറ്റ്. പക്ഷേ ഇപ്പോൾ 750 or 790 എന്തോ ആയിട്ടുണ്ട്. അവരൊരു ഓഫർ പ്രൈസിലാണ്. ഞാൻ ആദ്യം മേടിച്ച ബോട്ടിലും പാക്കും തീർന്നായിരുന്നു. എന്നിട്ട് ഞാൻ രണ്ടാമത് ഓർഡർ ചെയ്തതാണ്. അപ്പം രണ്ടാമത് ഞാൻ മേടിച്ചപ്പോൾ 750 ആണോ 790 ആണോ കൊടുത്തതെന്ന് ഓർക്കുന്നില്ല. എന്തായാലും ആ ഒരു റേഞ്ചിലാണ് വന്നത് കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർ മേടിച്ച് യൂസ് ചെയ്യുക. ഞാൻ എന്തായാലും അവരുടെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഓക്കെ, അപ്പം ഞാൻ ഇനി ഫേസ് പാക്ക് ഒന്ന് ഇട്ടിട്ട് നിങ്ങളെ കാണിക്കാം. ഓക്കെ, ക്യാമറ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് അപ്പോൾ വീഡിയോ എടുക്കണം. സോറി, എൻ്റെ കുറച്ച് ക്ലിപ്പിങ്സ് കൂടെ നിങ്ങൾ ഇതിൻ്റെ ഇടയിലൊന്ന് കാണേണ്ടി വരും കേട്ടോ. കാരണം എനിക്കിങ്ങനെ ക്യാമറയൊക്കെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പുറത്തൊക്കെ ഇറങ്ങി കാറ്റും സൺലൈറ്റൊക്കെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കുറച്ച് വീഡിയോസൊക്കെ എടുക്കണം. ഞാൻ ഈ ഒരു ടൈമിലാകുമ്പം ഇങ്ങനെ എൻ്റെ ടെറസിൽ വന്നിരിക്കും കേട്ടോ, കുറച്ച് നേരം ചുമ്മാ ഇങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ ഇവിടെ വന്നിരുന്ന് പഠിക്കുമായിരുന്നു. ഇവിടെ ആകുമ്പോൾ കാമൻ കൂളായിട്ട് മേളിൽ ആരുടെയും ശല്യവും ഇല്ലാതെ, അതുപോലെ ഈ ഒരു ടൈമാകുമ്പോൾ ആ ഒരു സൺലൈറ്റും ചെറിയ കാറ്റൊക്കെ വരുമ്പോൾ നമുക്ക് നല്ല ഫ്രഷ് ആയിട്ട് ഇരുന്ന് പഠിക്കാൻ പറ്റും. ഞാൻ ഇവിടെയൊക്കെ വന്നിരുന്ന് പഠിക്കുമായിരുന്നു. ഓക്കെ, അപ്പം ഇത്രയാണ്. ഇനിയിപ്പോൾ ഞാൻ പോയി ഇതൊന്ന് ഇതൊന്ന് ഇട്ടിട്ട് ഫേസ് പാക്ക് അപ്ലൈ ചെയ്തിട്ട് അപ്ലൈ ചെയ്തിട്ട് വരാം.
യെസ്, അങ്ങനെ ഞാൻ ഫേസൊക്കെ കഴുകി ഒരു ജെൻറ്റൽ ഫേസ് വാഷ് ഇട്ട് ഫേസൊക്കെ ഒന്ന് നല്ല വൃത്തിയായിട്ട് കഴുകി വന്നിട്ടുണ്ട്. പിന്നെ പാക്കും സെറ്റാക്കിയിട്ടുണ്ട്. ഞാൻ പാക്ക് സെറ്റ് ചെയ്യുന്ന വീഡിയോ എടുത്തു കേട്ടോ, പക്ഷെ ഞാനത് നമ്മുടെ ഷോർട്സ് ഒക്കെ അപ്ലോഡ് ചെയ്യത്തില്ലേ, ആ ഒരു ഇതിലാണ് എടുത്തത്, അതുകൊണ്ട് അത് ആഡ് ചെയ്യാൻ പറ്റില്ലായിരിക്കും. ഓക്കെ, ഞാൻ ഇനി അടുത്ത ഒരു വീഡിയോയിൽ പാക്ക് നമ്മൾ മിക്സ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിക്കുന്നതായിരിക്കും. പക്ഷേ ഈ ഒരു വീഡിയോയിൽ എനിക്ക് ഇടാൻ പറ്റില്ല കേട്ടോ, അങ്ങനെയാണ് ഞാൻ എടുത്തത്. ഇങ്ങനെ വെർട്ടിക്കലായിട്ട് എടുക്കുന്ന രീതി ഞാൻ മറന്നുപോയി, കാരണം എപ്പോഴും കൂടുതലും ഷോർട്സ് അല്ലേ എടുക്കുന്നത്. അപ്പോൾ ആ ഒരു അതേ ആംഗിളിൽ വെച്ചിട്ട് ഫോൺ വീഡിയോ എടുത്തു. എന്ത് ചെയ്യും? ഓക്കെ, സാരില്ല. ഈ ഒരു യെസ്, അങ്ങനെ ഞാൻ ഫേസ് ഒന്ന് വാഷ് ചെയ്തു. ഫേസ് വാഷ് ഒന്നും ഇട്ടില്ല, ജസ്റ്റ് പൈപ്പ് വെള്ളത്തിൽ ഫേസ് ഒന്ന് വാഷ് ചെയ്തു. നിങ്ങൾ ചെറിയ ചൂട് വെള്ളത്തിൽ വാഷ് ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. ഇല്ലെങ്കിൽ കുഴപ്പമില്ല, നോർമലായിട്ടുള്ള വാട്ടറിൽ വെള്ളത്തിൽ മുഖം വാഷ് ചെയ്താൽ മതി. ഓക്കെ, ഞാൻ ചൂടുവെള്ളത്തിൽ വാഷ് ചെയ്യാൻ പറഞ്ഞത് നമ്മുടെ ചെറിയ പോഴ്സൊക്കെ ഒന്ന് ഓപ്പൺ ആകും ചൂടുവെള്ളത്തിലാണെങ്കിൽ. ഇല്ലെങ്കിലും കുഴപ്പമില്ല, നോർമൽ വാട്ടറിൽ ഫേസ് വാഷ് ചെയ്താൽ മതി. ഞാൻ നോർമൽ വാട്ടറിലാണ് ഫേസ് വാഷ് ചെയ്യുന്നത്. അപ്പോൾ വാഷൊക്കെ ചെയ്തു. ഇനിയിപ്പം എന്താ, ഫേസ് വാഷ് ഒന്നും യൂസ് ചെയ്തു കേട്ടോ, നോർമൽ വാട്ടറിലേ വാഷ് ചെയ്യാവുള്ളൂ. അപ്പോൾ ഓക്കെ, ഫേസ് ഒന്ന് തുടച്ചു കേട്ടോ. ടർക്കി അപ്പുറത്തായിരുന്നു, അപ്പോൾ ഞാൻ പോയി തുടച്ചിട്ട് വന്നു. കണ്ടോ, ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ കിട്ടും. നമ്മളത് ഫേസ് വാഷ് ചെയ്ത് കളയുമ്പോൾ തന്നെ ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ കിട്ടും. അതുപോലെ തൊടുമ്പോൾ ഭയങ്കര സോഫ്റ്റ് ആയ പോലെ തോന്നും കേട്ടോ, സ്കിന്ന് നല്ല സോഫ്റ്റ് ആയ പോലെ തോന്നും. ഇത് ഒരു കാര്യം ഞാൻ പറയാം, കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്തെങ്കിൽ മാത്രമേ ഏതൊരു പ്രൊഡക്ട്സും, ഈ ഒരു പ്രൊഡക്റ്റ് എന്നല്ല ഏതൊരു പ്രൊഡക്റ്റും നമ്മളൊരു 4 to 5 വീക്സ് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തെങ്കിലേ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടത്തുള്ളൂ. അല്ലാതെ നമ്മൾ 1 വീക്ക് 2 വീക്ക് അതും ഒരു ദിവസം ഇടും, പിന്നെ 2-3 ദിവസം ഇടില്ല, പിന്നെ 3-ാമത്തെ ദിവസം ഇടും, അങ്ങനെയാണെങ്കിൽ നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടില്ല. നമ്മൾ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോഴത്തേക്കും കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തെങ്കിൽ മാത്രമേ അതിൻ്റെ റിസൾട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളിപ്പം ഒരു പ്രൊഡക്റ്റ് ഈ ഒരു പ്രൊഡക്റ്റ് അല്ല ഏതൊരു പ്രൊഡക്റ്റ് ആണെങ്കിലും, ഇപ്പോൾ വീട്ടിൽ നമ്മൾ ചെയ്യുന്ന ഹോം റെമഡി ആണെങ്കിൽ പോലും നമ്മളത് കണ്ടിന്യൂസ് യൂസ് ചെയ്താലേ അതിൻ്റെ ഒരു അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടത്തുള്ളൂ. പിന്നെ നമ്മൾ ഏത് പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നതിന് മുമ്പേ ഒരു ചെറിയ പാച്ച് ടെസ്റ്റ് ചെയ്യണം. ഞാൻ ഇവിടെയായിട്ടാട്ടോ പാച്ച് ടെസ്റ്റ് ചെയ്യുന്നത്, ഇവിടെയായിട്ടോ എവിടെയെങ്കിലും നിങ്ങൾ ഒരു പാച്ച് ടെസ്റ്റ് മസ്റ്റായിട്ടും ചെയ്തിരിക്കണം. അതിനുശേഷം മാത്രമേ പുതിയൊരു പ്രൊഡക്റ്റ് ഫേസിൽ യൂസ് ചെയ്യാവൂ. നമ്മുടെ കയ്യിലോ കാലിലോ അല്ലെങ്കിൽ മറ്റെവിടെയും യൂസ് ചെയ്യുന്ന പോലെയല്ല, ഫേസിൽ യൂസ് ചെയ്യുന്നതിന് മുമ്പ് മസ്റ്റായിട്ടും ഒരു പാച്ച് ടെസ്റ്റ് ചെയ്തിരിക്കണം. ഞാൻ ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നതിന് മുമ്പും ഏത് പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നതിന് മുമ്പും ഞാൻ ഇവിടെയാണ് ഒരു പാച്ച് ടെസ്റ്റ് ചെയ്യുന്നത്. ഒരു 15 മിനിറ്റ്സ് അല്ലെങ്കിൽ 20 മിനിറ്റ്സ് തന്നെ ഞാൻ പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കും. അതിനുശേഷമേ ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്യുള്ളൂ. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ എനിക്ക് കിട്ടിയ ഒരു റിസൾട്ട് ഇതൊക്കെയാണ്. അതൊരു അടിപൊളി പ്രൊഡക്റ്റാണ്, എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട്. ആരെങ്കിലും ഒക്കെ ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ഞാൻ പുറത്ത് പോകണമെന്ന് നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, പുറത്ത് പോകണം. അപ്പോൾ ഞാനൊന്ന് പോയി ഒരുങ്ങട്ടെ, റെഡിയാട്ടെ. ഓക്കെ, ടാറ്റാ.